ഇന്ന് എണീക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റായി. അങ്ങനെ പെട്ടെന്ന് എണീറ്റ് വന്ന് ഒരു സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി കുടിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് പെട്ടെന്ന് ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അന്നേരമാണ് പെട്ടെന്ന് വെയിൽ കണ്ടത്. ഇപ്പം മുഴുവൻ മഴയല്ലേ, അങ്ങനെ പെട്ടെന്ന് വെയിൽ കണ്ടപ്പം ഞാൻ ചെറുപയർ ഉണ്ടല്ലോ, ചെറുപയർ ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെയിലത്തേക്ക് വെച്ചു. ഇത് ഒന്ന് ചൂടാക്കി പൊടിച്ച് ഒന്ന് ആറുമ്പോഴത്തേക്ക് ഗ്ലാസ് കണ്ടെയ്നറിൽ വെച്ചിട്ടാണ് ഞാൻ ഫേസ് വാഷിന് പകരം യൂസ് ചെയ്യാറ്. ഒരു 2 വീക്സ് വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് തക്കാളി, നമ്മുടെ ടൊമാറ്റോ റൈസിന് വേണ്ട പച്ചക്കറിയൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. ആ സമയം കൊണ്ട് ഒരു 2 കപ്പ് ബസ്മതി റൈസ് എടുത്തൊന്ന് കുതിർക്കാനും വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അരി തിളയ്ക്കാനുള്ള വെള്ളം ഉപ്പിട്ട് അടുപ്പത്ത് വെച്ച് നമ്മുടെ ചാർലിക്കുട്ടന് വേണ്ട ചോറും വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് വാർത്ത് വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് എനിക്ക് നല്ലൊരു പണി കിട്ടി. ചാർലിക്കുട്ടന് വേണ്ടി വെച്ചിരുന്ന ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതെൻ്റെ കൈ തട്ടി എൻ്റെ മേത്തും നിലത്തും ഒക്കെ വീണു. അത് പിന്നൊന്ന് ക്ലീൻ ചെയ്യാൻ പോയി. ഇനി നമുക്ക് നമ്മുടെ റൈസൊക്കെ ഒന്ന് 90% വെന്തിട്ടുണ്ട്, അതൊന്നെടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ സാലഡും ജസ്റ്റ് ഞാനൊന്ന് ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. ഒരു കുക്കർ ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക. ആദ്യം അത്യാവശ്യം ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. പിന്നെ കുറച്ച് കടുക്, ഒരു തണ്ട് കറിവേപ്പില, ഒരു വറ്റൽമുളക്, ഒരു 10-12 വെളുത്തുള്ളി, പച്ചമുളക് നല്ലോണം ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 2 സവോള ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, പിന്നെ പുതിനയില ഇത്ര ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വാടി വരുമ്പോൾ ഒരു 4 തക്കാളി വെള്ളം ചേർക്കാതെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറച്ച് നമ്മുടെ മല്ലിപ്പൊടി, ഒരു 1.5-2 ടീസ്പൂൺ മുളക് പൊടി അത്രയും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ, ആദ്യം നമ്മൾ 1/2 ടീസ്പൂൺ ഇട്ടല്ലോ, ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന പാകമാകുമ്പം നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുത്തേക്കുക. പിന്നെ ഞാൻ കുറച്ച് ക്യാഷ്യൂ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗീയിൽ, ആ ക്യാഷ്യൂ ഇട്ട് കൊടുക്കുക. ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ ആ ക്യാഷ്യൂ ഫ്രൈ ചെയ്ത നെയ്യ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പതുക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ഇവിടെ കുഴഞ്ഞിരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം, ഒത്തിരി അങ്ങ് വെട്ടി നിൽക്കുന്നതിലും. അങ്ങനെ ടൊമാറ്റോ റൈസ് റെഡിയായി. ഇനി നമുക്കൊരു ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇന്നലെ ചാർലിക്കുട്ടന് വേണ്ടി മേടിച്ച കറിക്കട്ട് ചിക്കനാണ്. ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അവന് വേണ്ടത് മാറ്റി വേവിച്ച് വെക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഓവനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ട കൂട്ടെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, അത് തൈരും ഉപ്പും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് ഞാൻ ജസ്റ്റ് ഓവനിൽ വെച്ചൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഗ്രില്ലിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ഒരു 230°C എനിക്കൊരു 1 hour വേണ്ടി വന്നു നല്ലോണം ഗ്രില്ല് ചെയ്ത് കിട്ടാൻ. അങ്ങനെ ഞാൻ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ചാർലിക്കുട്ടൻ അടുത്ത പണി തന്നത്. ദാ എൻ്റെ കാട്ടുമാക്കാനെ നോക്ക്, മുഖമൊക്കെ ഇരിക്കുന്ന കണ്ടോ, എവിടെയോ ചെളി പോയി കിടന്ന് ഉരുണ്ട് വരണ്ട് വന്നിരിക്കുകയാണ്. പിന്നെ ആദ്യം ദേഷ്യം വന്നെങ്കിലും ഞാൻ പിന്നെ വെറ്റ് വൈപ്സ് ഇട്ട് മുഖവും മേലും ഒക്കെ ഒന്ന് തുടച്ചു കൊടുത്തു. ആ ഒരു നോട്ടോ ഇരിപ്പും കണ്ട ദേഷ്യമൊക്കെ എവിടെ പോകുന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല.